കിടക്കുമ്പോ ചീവിട് കരയുമ്പോഴേ ചെറുക്ക കിടന്ന് കരയുന്ന കരച്ചിൽ കണ്ട. രാവിലെ അടിച്ചിവിടെ എന്തെല്ലാം ജോലി ചെയ്യണം. ചന്തയിൽ പോകണം, ചോറ് വെക്കണം, തൂത്തുവാരണം, സീരിയൽ കാണണം, ഇനി ഇത് നുണ പറയണം. എല്ലാം കഴിച്ച് റെസ്റ്റ് എടുക്കണമെങ്കിൽ അത് ഞാൻ തന്നെ കിടക്കണം. ലോകത്തിലുള്ള സകലമാന സ്ത്രീകൾക്കുണ്ട് ഭർത്താവ്, എനിക്കുണ്ട് ഒരു പണത്താവ്. 24 മണിക്കൂർ കുടിച്ച് കൂത്താടി നടക്കുന്ന ഒരു ഭർത്താവ്. ഇയാളെ കൂടി എന്ന് നിൽക്കോ അന്നേ ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടുള്ളൂ ചേച്ചി. അത്രയ്ക്ക് തന്നെ ഉണ്ട്. അല്ല ശാന്തേ, നിന്റെ വീട്ടിൽ നിന്റെ ഭർത്താവ് ഇങ്ങനെ കുടിച്ചിട്ടൊന്ന് ബഹളം ഉണ്ടാക്കിയാ നീ വെറുതെ ഇരിക്കുവോ? പിന്നെ അമ്മച്ചി, നിങ്ങൾ കൊണ്ട് തന്ന ബന്ധം നല്ല ബന്ധം. ചെറുക്ക കുടിക്കൂല, വലിക്കൂല, പെണ്ണുങ്ങളെ മുഖത്ത് പോലും നോക്കൂല എന്ന് പറഞ്ഞ് കൊണ്ട് തന്ന ബന്ധുവാ. ചെറുക്ക 24 മണിക്കൂർ ഷാപ്പില്ല. നിങ്ങളെ കുടുംബമൊക്കെ നന്നായിരിക്കുന്നല്ലോ, അത് മതി. അണ്ണ സുന്ദരിയെ എന്നെ കുഴിയെ കൊണ്ട് ചാടിച്ചിട്ട് അവരിന്ന് ചിരിക്കുന്നു. നിങ്ങളിരുന്ന് ചിരിക്കുകയും. ഇവിടെ കൊച്ചിന് മരുന്ന് മേടിക്കാൻ പറ്റുന്ന 25 രൂപ എടുത്തിട്ട് നേരം വെളുത്തപ്പോ പോയതാ. ആഹാ, അങ്ങ് വന്ന് നിൽക്കുന്നേ. ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെയായിട്ട് അവമാനിക്കേണ്ട കാര്യം തന്നിരിക്കുന്നു. ഞാൻ വല്ല തെറ്റും ചെയ്തോളത്. ശരാശരി ഞാൻ ഡെയിലി 500 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. തരക്കേടില്ലാത്ത രീതിയിൽ ഞാൻ ഒരു 490 രൂപയ്ക്ക് ഞാൻ കള്ളു കുടിക്കും. ബാക്കി 10 രൂപ ഞാൻ ഇവിടെയല്ല കൊണ്ടു കൊടുക്കുന്നത്. ഇവിടെ കണ്ണൂരില്ലാതെ ചിലവാക്കിയിട്ട് നമ്മളെപ്പോലുള്ള ആണുങ്ങളെ മണ്ടയ്ക്ക് ചാടിക്കയറുന്നത് തെറ്റല്ലേടേ? ഇത് തെറ്റാണോ ശരിയാണോ? അതാണ് ഞാൻ. രമണിയേ, ഇങ്ങോട്ട് വന്നേക്കൂ. ചോറ് വിളമ്പൂ. ചോറ് വിളമ്പാൻ ഇവിടെ വല്ല ഉണ്ടാക്കി വെച്ചേക്കുന്ന. അത് ശരി, അപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇവിടെ എന്തോ ഇരിക്കുന്നു മനുഷ്യ. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ചെന്ന് 1.5 കിലോ അരി കംപ്ലീറ്റ് തീർത്ത്. കഴിഞ്ഞ വർഷം 1.5 കിലോ ആണ്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. രമണി, ചിലവുകൾ അല്പം കൂടുതൽ. അത് തന്നെ പറഞ്ഞത്, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന്. എന്തോന്ന് മുക്കിന് നമ്മൾ മേടിച്ചോണ്ട് പോകുന്നത്. രമണിയെ, എന്നെ അയൽവക്കത്തെ പെണ്ണുങ്ങളെ പറ്റി സംശയിക്കുന്ന പരിപാടി ഇന്ന് നിർത്തിക്കോളും. ഞാൻ പറയണതാണ് കുറ്റം, നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ എന്തോ കാണിച്ചു? എന്തോ കാണിച്ചെന്ന്. ദോണ്ടിരുന്ന് ചിരിക്കുന്നവള് ഞാൻ വന്നപ്പോഴേ കണ്ടവള് ഇരുന്ന് ചിരിക്കുന്നേ. തങ്കോണി, നീ ചിരിക്കല്ലേ? ഞാനും എന്റെ മക്കളും നിന്നെ ചോര, നിന്റെ തടി നീ അനുഭവിക്കോടി. വിളിച്ചോണ്ട് പോയി ചോറ് കൊടു. ദാണ്ട വന്ന് നിൽക്കുന്നു. അങ്ങോട്ട് ഇറങ്ങി ചെല്ല്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മളടുത്ത് ജോലിക്കുന്ന പെണ്ണുങ്ങളെടുത്ത് നമ്മളൊന്ന് മിണ്ടണ്ടേ? ഇവിടെ 10 മണിക്ക് ഇരിക്കുമ്പോൾ ഒരു ചെറിയ തമാശയൊക്കെ പറയണ്ടേ? പിന്നെ മനുഷ്യനല്ലേ, പാറ പിടിച്ച് തലയിൽ വെച്ച് കൊടുക്കുമ്പോൾ കയ്യോ കാലോ അവിടെയൊക്കെ തട്ടും. അത് സ്വാഭാവികം. ഇതവള് വേറെ വേക്കാൻ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഇത് സംഭവം മനസ്സിലായോ? നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കൊണ്ട് കൊടുക്കണ തിന്നിട്ട് ഇത് മീൻകറിയുടെ ഗ്രേവി എല്ലിക്കുത്തുന്നല്ലേ? ആ ടി വി ഒന്നും എല്ലാ പരിപാടിയും നമ്മൾ ടി വി ഉണ്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ കാര്യം. ഇതെന്തോന്ന് വൃത്തിയേട്ട ചാനലടി? ഇത് ഏത് ഡാൻസ്? ഇത് അമേരിക്കയിലെ പാവപ്പെട്ട സ്ത്രീകൾ ഇറക്കുന്ന ഒരു ചാനലാ. എന്നാലും മഹാവൃത്തിയുടെ തന്നെ. ഇങ്ങനെ ഉണ്ടാ പെണ്ണുങ്ങള്? നിലയിൽ ഓഫിയം പറത്ത് 2 മിനിറ്റ് കൂടെ കഴിയട്ടെ. എടി, ചിലപ്പോ ഒട്ടും പൈസ ഇല്ലാത്ത പെണ്ണുങ്ങളെ ഡാൻസ് കണ്ടല്ല. നീ എന്തിണ്ട് എന്റെ മോനെ തല്ലിയത്? അവ രാവിലെ കരഞ്ഞോണ്ട് പോണണ്ടല്ല. നിങ്ങളെ മോനെ തല്ലല്ല വേണ്ട, അവനെ കൊല്ലേ വേണ്ടത്. എന്താ അവൻ ചെയ്ത വൃത്തിയുടെ എന്താണെന്ന് അറിയാമോ? നേരം വെളുത്തപ്പോ അവന്റെ ബാഗ് തുറന്ന് നോക്കിയപ്പോഴേ നിറച്ചും വൃത്തികെട്ട പുസ്തകങ്ങള്. ഇതാരവന് കൊടുത്ത് അവന്റെയൊക്കെ തലയിൽ എടുത്ത് വീഴണം. ഇങ്ങോട്ട് നീങ്ങി. നിന്റെ അടുത്ത് ആര് പറഞ്ഞിട്ട് എന്റെ അലമാര തുറന്നിടാ? അവൻ കംപ്ലീറ്റ് എടുത്തോണ്ട് പോയി കാണും. ഇനി ഒരു മുത്തിച്ചിപ്പി പോലും ഇന്നെ അവിടെ കാണൂല. റാസ്കലി, നിങ്ങൾ ആ മൂത്ത മോനെ കൊണ്ട് വലിയ ശല്യവാ. എന്താ? ആ ഇളയ ചെറുക്കനെ തൊട്ടിൽ കിടക്കാൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ അവനും കെട്ടിക്കൊടുക്കാൻ ഒരു തൊട്ടില്. എടി, അവന് നമ്മളെ മോനല്ലടി. അവനൊരു തൊട്ടിലൊട്ടി കൊടുക്കണം. എന്താടി തെറ്റി? മനുഷ്യ, ഞാൻ 10-18 വർഷമായി എന്നെ കെട്ടിക്കൊണ്ട് വന്നിട്ട് നല്ലൊരു തുണി മേടിച്ചു തന്നിട്ടുണ്ടോ ഇയാള്? നല്ലൊരു ചുരിദാർ മേടിച്ചു തന്നിട്ടുണ്ടോ ഇയാള്? ഇയാള് വല്ലൊരു കൈലിയും മേടിച്ചു തന്നിട്ടുണ്ടോ ഇയാള്? ഇപ്പൊ സംഭവം പറഞ്ഞു വന്നപ്പോ ഇതാ വിഷയം. ഇവള് ഉദ്ദേശിക്കും ഞാൻ ഇവളെ കാര്യം നോക്കുന്നില്ല. നോക്കുന്നു. ഞാൻ മനസാക്ഷിയുള്ള എന്നാന്നറിയാം. സംസാരിക്കരുത്. വേഗം പോയി എടുത്തിട്ട് നമുക്ക് സിനിമയ്ക്ക് പോയിട്ട്. പോകുന്നത് എന്റെ പൊന്നു ദൈവമേ, നീ ഇതൊന്നും എടുത്തോണ്ട് നടക്കല്ലേ കേട്ടെ. വേഗം പോയി എടുത്തിട്ട് വാ, നമുക്ക് സിനിമയ്ക്ക് പോയിട്ട് വരാം. അയ്യോ, നല്ല ലൈറ്റ്, നല്ല പുള്ളിയും അടിപൊളി. അടിപൊളിയൊക്കെ അവിടെ നിക്കട്ട്. ആ ശാന്ത കുളത്തുനിന്ന് കുളിച്ച് കയറുന്നുമ്പേ അവിടെ കൊണ്ടിടണം. നിങ്ങൾ മേടിച്ചതല്ലേ എന്റെ ഇരിക്കുന്ന പൈസ? നിങ്ങളെടുത്തോണ്ട് ഞാൻ കള്ളം പറയാനല്ല. നിങ്ങളെപ്പോലെ ഒരാണൊരുത്തനാണ് ഞാനും. ഈ നല്ലൊരു ദിവസമായിട്ട് ഞാൻ ഉടുത്തോണ്ട് നടക്കണം. എന്താണെന്ന് അറിയാമോ? എന്താണെന്ന് അറിയാമോ? എന്തോന്ന്? അപ്പുറത്തെ രമണിയുടെ പാവാട.